നമസ്കാരം. സാധാരണ പ്രമേഹത്തിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലും PPBS കുറവും ആയിട്ട് കാണുന്ന ചില സിറ്റുവേഷൻസിനെയാണ് നേരിടേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ സാധാരണഗതിയിൽ കുറയുകയാണ് പതിവ്, PPBS കൂടുകയാണ് പതിവ്. അതിന് വിപരീതമായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ചിലർക്ക് കിട്ടുന്നത്. അപ്പോൾ എന്നോട് പല പേഷ്യൻസും ചോദിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം ഇങ്ങനെ വരാൻ? യൂഷ്വലി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു 120 താഴെ നിൽക്കുന്നത് ആണ് നോർമൽ എന്നാണ് ഞാൻ പഠിച്ചത്. അതുപോലെ തന്നെ PPBS എബോവ് 200 ആണ് അബ്നോർമൽ എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബിലോ 120 നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, 100-ന് താഴെ ആയിരിക്കണം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അതുപോലെ ഒരു 160 170 താഴെ ആയിരിക്കണം PPBS എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബേസിക് പാരാമീറ്റേഴ്സായിട്ട് വെച്ചിരിക്കുന്നത് ഈ റീഡിങ്. അപ്പോൾ അതിന് പകരം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ യൂഷ്വലി ഒരു 170 അല്ലെങ്കിൽ ഒരു 180 ആവുന്നു. അതേസമയം PPBS അവരുടെ തന്നെ ആഹാരത്തിന് ശേഷം 2 മണിക്കൂറിന് ശേഷമുള്ളത് ഒരു 100-ന് താഴെ വരുന്നു. അത് ശരിക്കും ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ റീഡിങ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ പരിഹാരം എന്താണ്, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് എൻ്റെ നിഗമനങ്ങൾ ഇതാണ്. അതായത് അവർ കഴിക്കുന്ന ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പേഷ്യൻസ് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും രാത്രിയത്തെ ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കുള്ളൂ. ഷുഗറല്ലേ, വളരെ കുറച്ച് കഴിക്കും. അതിനകത്ത് കലോറി കൂടുതലുള്ള ഭക്ഷണമായിരിക്കാം കഴിക്കുന്നത്. എന്നാൽ ഫൈബറും പ്രോട്ടീനും ഫാറ്റും കുറവുമായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, വളരെ ഫാസ്റ്റായിട്ട് ഇവരുടെ ഷുഗർ ബ്ലഡിൽ നിന്ന് കുറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ടാബ്ലറ്റ്സും എടുക്കും സ്വാഭാവികമായിട്ട്. അപ്പോൾ ബ്ലഡിലുള്ള ഷുഗർ കുറയുമ്പം നമ്മളുടെ ശരീരം അതിനെ കോപ്പപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ലിവറിനകത്തിരിക്കുന്ന ഗ്ലൈക്കോജനെ ഇറക്കി ബ്ലഡിലോട്ട് അയക്കും. അതുപോലെ തന്നെയാണ് ഈ സ്ട്രെസ് ഹോർമോൺസ്, അതും ബ്ലഡിലേക്ക് കൂടുതലായിട്ട് സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ബ്ലഡ് ഷുഗർ ഹൈക്കാവും. അപ്പം ഇങ്ങനെ 2 കാരണങ്ങളായിരിക്കാം രാവിലെ ബ്ലഡ് ഷുഗർ കൂടുന്നതിൻ്റെ കാരണം ഫാസ്റ്റിംഗ് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ പരിഹരിക്കാം? ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ മെഡിസിൻസിൻ്റെ അളവ്, അത് മെഡിസിൻസ് കഴിക്കുന്നത് ആവശ്യമാണ്, മെഡിസിൻ കഴിക്കണം. അതോടൊപ്പം തന്നെ ആഹാര രീതികൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മെഡിസിൻ്റെ പോലും ആവശ്യം വരാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ആഹാര രീതികൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ട് ഒരു കലോറിഫിക് വാല്യൂ കുറഞ്ഞ, അന്നജം കുറഞ്ഞ ഒരു ആഹാരം, ഒരു 10% അന്നജം മതി. അതോടൊപ്പം മറ്റുള്ള ആഹാരങ്ങൾ, അതായത് പ്രോട്ടീൻ വേണം, അതിൻ്റെ കൂടെ നല്ല ഫാറ്റ് വേണം, നാരുകൾ നന്നായിട്ട് വേണം, അതായത് സോലുബിൾ ഫൈബേഴ്സ്, ഇൻസോലുബിൾ ഫൈബേഴ്സ്. അതുപോലെ തന്നെയാണ് വളരെ കൂടുതൽ ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും അതിൻ്റെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ എല്ലാം കൂടെയുള്ള ഒരു ഫുൾ മീലായിട്ടൊന്ന് കഴിച്ചു നോക്കൂ. ഇങ്ങനെ കഴിക്കുന്ന ഒരു ഭക്ഷണം ഒരു 4 മണിക്കൂറൊക്കെ നമ്മുടെ വയറിൽ തങ്ങി നിൽക്കുകയും അതുകൊണ്ട് തന്നെയും ഇവർക്ക് ഉറക്കത്തിന് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവുകയുമില്ല. അതുതന്നെയാണ് ഞാൻ LK ഡയറ്റ് പ്ലാനിൽ പറഞ്ഞിട്ടുള്ള പലതരം കഞ്ഞികളിൽ എങ്ങനെയാണ്, ഒന്ന് റാഗി, 1 ടേബിൾ സ്പൂൺ റാഗി ആയിരിക്കും, അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പയർ മുളപ്പിച്ചത്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉലുവ, അതോടൊപ്പം അമരപ്പയർ, കോവയ്ക്ക, ഇത്രയും കൂടെ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണ്. അതിനുശേഷം കുക്കർ തുറന്നിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ, അതോടൊപ്പം മുരിങ്ങയില, എള്ള് അല്ലെങ്കിൽ ചിയാ സീഡ്, ഇങ്ങനെ ഫുൾ മീൽ എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂട്രിയൻസും ഇതിനകത്തുണ്ട്. നല്ല കൊളസ്ട്രോൾ, അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ, അതുപോലെ ഇലക്കറികൾക്കകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ന്യൂട്രിയൻസും, അതോടൊപ്പം പ്രോട്ടീന് പയറുണ്ട്, പിന്നെ നിറയെ നാരുകളുള്ള മറ്റുള്ള അമരപ്പയർ, കോവയ്ക്ക, ഫുൾ ഓഫ് ഫൈബേഴ്സും അതുപോലെ തന്നെ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസുള്ള ഏറ്റവും നല്ല പച്ചക്കറികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കഞ്ഞിയാണ് നിങ്ങൾ തയ്യാറാക്കി ഈ പ്രശ്നമുള്ളവർ കഴിക്കേണ്ടത്. അതോടൊപ്പം കുറച്ച് ബദാം കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ തീർച്ചയായും നോൺ വെജ് പ്രിപ്പറേഷൻസ്, ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ മീറ്റോ എന്ത് വേണമെങ്കിലും ഒത്തിരി മസാല ഇല്ലാതെ, ഒത്തിരി ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാതെ റോസ്റ്റ് പോലെ അല്ലെങ്കിൽ കറി പോലെ ഉണ്ടാക്കി കഴിക്കേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം നമ്മളുടെ സാലഡ്സും മസ്റ്റായിരിക്കണം. സാലഡ്സ് അറിയാമല്ലോ, എൻ്റെ വീഡിയോ നമ്പർ 315
സർവ്വരോഗ സംഹാരിയായ ഒരു ഭക്ഷണം നിമിഷങ്ങൾക്കുള്ളിൽ. ആ സാലഡ് ഉണ്ടാക്കിയത് തന്നെ മതി. അത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഇതെല്ലാം കട്ട് ചെയ്തിടുക. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കുറച്ച് കോവയ്ക്ക കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് ലേശം ഉപ്പിട്ട് ഒരു ദിവസം ഏകദേശം 2 ദിവസം പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജ് വയ്ക്കുക. പിന്നെ ഇത് എല്ലാ ദിവസവും കുറച്ച് എടുത്തിട്ട് കുറച്ച് നട്ട്സും കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഈ മെയിൻ മീൽ, അതായത് ഈ കഞ്ഞി കുടിക്കുന്നതിന് മുന്നേ കഴിക്കണം. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മെഡിസിൻ്റെ അളവ് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഇത് വളരെ നല്ല ഒരു ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കഞ്ഞിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എത്രയോ നാളിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തതാണ്. അതിനകത്ത് കിടപ്പുണ്ട്, പ്രമേഹ കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കറക്റ്റായിട്ട് അതിൻ്റെ ഫുൾ പ്രോസസ്സിലുള്ള ഒരു കഞ്ഞിയാണ് അതിനകത്ത് ഞാൻ തയ്യാറാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നോക്കാവുന്നതാണ് സംശയമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ LK ഡയറ്റ് പ്ലാൻ എടുത്ത് നോക്കാം, അതിനകത്ത് കിടപ്പുണ്ട്. LK ഡയറ്റ് പ്ലാൻ്റെ വീഡിയോയും കിടപ്പുണ്ട്. അപ്പോൾ ഇത് ആണ് രാത്രി കഴിക്കേണ്ടത്. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് കഴിച്ചിട്ട് നോക്കൂ, 100% നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അണ്ടർ കൺട്രോൾ ആയിരിക്കും, യാതൊരു സംശയമില്ല. പിന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് രാവിലെ ചെയ്യാം. നോക്കുമ്പം ഇങ്ങനെ കാണുന്നവർക്ക് ഈ ഒരു ആഹാര രീതികളിൽ കുറഞ്ഞു വരും എന്നുള്ളത് തീർച്ചയാണ്. എങ്കിൽ കൂടിയും ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോകരുത്. കുറച്ചൊന്ന് നടക്കണം, നല്ലൊരു ബ്രിസ്ക് വാക്കിംഗ്. പിന്നെ ഒരു പ്രാണായാമം, യോഗ, മെഡിറ്റേഷനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സസൈസ്, നടക്കുക, അല്ലെങ്കിൽ കുറച്ച് എക്സസൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് നല്ല ദാഹമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കരിഞ്ജീരക ചായ, പെരുംജീരക ചായയൊക്കെ കിടപ്പുണ്ട്. അതിനകത്ത് ഷുഗറും ഒന്നും ചേർക്കാതെയാണ്, ജസ്റ്റ് അത് കഴിക്കുക. അതെന്ന് പറഞ്ഞാൽ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടി, ഇതെല്ലാം ഷുഗർ കുറയ്ക്കുന്ന ഘടകങ്ങളാണ് അതിനകത്തുള്ളത്. കരിഞ്ജീരകം, ഏലക്ക, ചുക്ക്, നല്ല ജീരകം, കറുവപ്പട്ടയൊക്കെ ഇട്ടിട്ടുള്ള നല്ല എക്സലൻറ്റ് ടീ ഉണ്ട്. അപ്പോൾ അത് കുടിക്കാം. പിന്നെ അതല്ല എങ്കിൽ ഉലുവയുടെ വെള്ളം, ഇങ്ങനെയൊക്കെ ഉള്ളത് കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, ചെക്ക് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ബ്ലഡ് ഷുഗർ വിൽ ബി ലോ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ വാല്യൂവിന് താഴെ തന്നെ നിൽക്കും. ഓക്കെ. പിന്നെ അടുത്തത് നമുക്ക് ആഹാരത്തിന് ശേഷം 2 മണിക്കൂറിന് ശേഷമുള്ള PPBS വാല്യൂ എന്തുകൊണ്ട് കുറയുന്നു, നോർമൽ വാല്യൂവിനേക്കാൾ കുറയുന്നു. അത് ചിലർക്ക് വളരെ പ്രശ്നമാണ്. ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകും, നല്ല തളർച്ചയിലേക്ക് പോകും. അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിക്കുമല്ലോ. ഭക്ഷണം കഴിക്കുന്നത് പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ഹൈ ഫാറ്റ് ഡയറ്റ് തന്നെ കഴിക്കണം. കാപ്സ് നന്നായിട്ട് കുറയ്ക്കണം. ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എത്ര എണ്ണം ഇട്ടിട്ടുണ്ട്, വീഡിയോ ഫ്രം 327 to 340 വരെ ഗ്രെയിൻ ഫ്രീ ഡയറ്റാണ്. ഈ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് കഴിക്കാൻ നോക്കുക. അതോടൊപ്പം മുട്ട, നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ട കൂടുതലായിട്ട് എടുക്കുക. നല്ല സ്ക്രാമ്പിൾഡ് എഗ്ഗ്, ചിയാ സീഡ് ഓംലെറ്റ്, അതോടൊപ്പം അല്ലാതെ വളരെയധികം മുട്ട പ്രിപ്പറേഷൻസ് ഉണ്ട്, അത് കഴിക്കുക. അപ്പോൾ കാപ്സ് വളരെ കുറവ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇഡ്ഡലി കഴിച്ചിട്ട് 2 മുട്ടയുടെ ഒരു പ്രിപ്പറേഷൻസ് കഴിക്കുക. പിന്നെ വെർജിൻ ഓയിൽ ഉപയോഗിക്കുക. ലൈം ജ്യൂസ് കഴിക്കുക. കഴിച്ചതിന് ശേഷം കുറച്ച് ഇതുപോലെ തന്നെ എക്സസൈസ് ചെയ്യണം, കുറച്ചുകൂടെ എക്സസൈസ് ചെയ്യണം. പക്ഷേ മെഡിസിൻ്റെ അളവ് അത്ര കൂട്ടരുത്, അതാണ് ഏറ്റവും പ്രധാനം. ഈ PPBS, അതായത് ആഹാരത്തിന് 2 മണിക്കൂറിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് നിൽക്കുന്നവർ തീർച്ചയായും ഈ ടാബ്ലറ്റ്സിൻ്റെ അളവ്, ആഹാരത്തിന് ശേഷമുള്ള ടാബ്ലറ്റ്സ്, ആൻറ്റി ഡയബറ്റിക് ടാബ്ലറ്റ്സ് കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഡയറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിലേക്കുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു അബ്നോർമാലിറ്റി കംപ്ലീറ്റ് കറക്റ്റ് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.